ജൂലൈ 9 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് 515 എപ്പിസോഡ്. ജൂലൈ 16 മുതലുള്ള ടിക്കറ്റ് വിൽപ്പന തകൃതിയായി നടക്കുന്നു. രോഗവ്യാപന മേഖലയിൽ ഡെൽറ്റ വൻ സ്വാധീനമായി മാറുന്നെന്ന് ലോകാരോഗ്യ സംഘടന. ഫൈസറും ഹൃദയ രോഗവും തമ്മിൽ അസാധാരണമായ ഒരു ബന്ധമുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ. വാക്സിൻ എടുത്തവർക്ക് ഖത്തറിൽ ക്വാറന്റൈൻ വേണ്ട. അപകടകരമായ ഡ്രൈവിംഗ് നടത്തുന്നവർക്ക് ഷാർജയിൽ ശിക്ഷ, പൊതുനിരത്ത് വൃത്തിയാക്കൽ. 500 ദിർഹത്തിന്റെ ഗിഫ്റ്റുമായി ഇന്ന് ഹയാഫ് സ്പൈസസ് ആൻഡ് പൾസസ്. വാർത്തകൾ വിശദമായി. ഫ്ലൈറ്റ് ബുക്കിംഗ്, ടിക്കറ്റ് വിൽപ്പന തകൃതിയായി നടക്കുന്നു ജൂലൈ 16 മുതൽ. ഔദ്യോഗികമായ സ്ഥിരീകരണം വല്ലതും കിട്ടിയിട്ടാണോ വിവിധ വിമാന കമ്പനികൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നത് വ്യക്തമല്ല. ഓരോരുത്തരും അവരവരുടെ രീതിക്കൊരു സാധ്യത കൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണോ എന്നതും വ്യക്തമല്ല. സിവിൽ ഏവിയേഷന്റെ അന്തിമ അറിയിപ്പിന് വേണ്ടി ലോകം കാത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നു യുഎഇയിലേക്ക് വരാൻ വേണ്ടി. എന്നാൽ അബുദാബിയിലേക്കുള്ള ടിക്കറ്റ് വിൽപ്പനയൊന്നും ആരംഭിച്ചിട്ടില്ല. ദുബായിലേക്കുള്ള ടിക്കറ്റാണ് ഇന്ത്യയിൽ നിന്ന് വിൽപ്പന ആരംഭിച്ചിരിക്കുന്നത്. ജൂലൈ 16 മുതൽ പ്രത്യേകിച്ച് എമിറേറ്റ്സിന്റെ വിമാനത്തിൽ ആദ്യ ദിവസങ്ങളിൽ ഫസ്റ്റ് ക്ലാസും ബിസിനസ് ക്ലാസും മാത്രമേ ഒഴിവുള്ളൂ. 7500 ദിർഹമാണ് കാണിച്ചിരിക്കുന്നത്. എക്കണോമി ടിക്കറ്റ് മുഴുവനും സോൾഡ് ഔട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലൈ ദുബായും 1645 ദിർഹം, പക്ഷെ കാണിച്ചിരിക്കുന്ന തീയതി ഇപ്പോൾ ലഭ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ജൂലൈ 27 മുതലാണ്. വിസ്താര എയർലൈൻസ് 895 ജൂലൈ 15, 16 തീയതികളിൽ ടിക്കറ്റ് കാണിച്ചിരിക്കുന്നത്. അതൊക്കെ മുംബൈയിൽ നിന്നാണ്. സ്പൈസ് ജെറ്റ് കൊച്ചിയിൽ നിന്ന് കാണിച്ചിരിക്കുന്നത് 2000 ദിർഹമാണ്. അതുപോലെ മംഗലാപുരത്ത് നിന്ന് 2100 ദിർഹമാണ് 17 തീയതിക്ക് വേണ്ടി കാണിച്ചിരിക്കുന്നത് സ്പൈസ് ജെറ്റ്. കൊച്ചിയിൽ നിന്ന് 500 മുതൽ 2800 വരെ വിവിധ വിമാന കമ്പനികൾ ദിർഹം കാണിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നിന്ന് 1600 ദിർഹമാണ്. മുംബൈയിൽ നിന്ന് 700 മുതൽ 1900 വരെയാണ് ടിക്കറ്റ് നിരക്ക് കാണിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ജൂലൈ 16 മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് എമിറേറ്റ്സ് ചില യാത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ട്വിറ്ററിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതും ടിക്കറ്റ് വിപണനം ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് ഔപചാരികമായ അറിയിപ്പ് വരുന്നതുവരെ കാത്തിരിക്കൂ. ഇനി ഏതാനും ദിവസങ്ങളുടെ, മണിക്കൂറുകളുടെ മാത്രം കാര്യമല്ലേ. പലപ്പോഴും ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ആ കാശ് പെട്ടെന്നൊന്നും കിട്ടാതെ പിന്നെ ഒരു വർഷത്തേക്ക് നീട്ടിക്കിട്ടാവുന്ന വൗച്ചറാക്കി മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞതിന്റെ കൈപ്പേറിയ അനുഭവങ്ങളാണ് നമ്മുടെ യാത്രക്കാരുടെ മുന്നിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ 2020 ഏപ്രിൽ മുതലുള്ള ചരിത്രം പരിശോധിച്ച് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഔദ്യോഗിക അറിയിപ്പ് വന്ന ശേഷം പ്രോട്ടോകോൾ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്ത ശേഷം മാത്രം മതി നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് എന്നതാണ് ഗുണപരമായ ഒരു നിർദ്ദേശമായി കാണുന്നത്. വിദഗ്ധരും അങ്ങനെയാണ് പറയുന്നത്. ഇന്ന് 500 ദിർഹത്തിന്റെ ഈ ജൂലൈ 9 അസാധാരണമായൊരു ഗിഫ്റ്റ് ഹാമ്പർ, നമുക്ക് അത്യാവശ്യം വേണ്ട വീട്ടുവിഭവങ്ങളെല്ലാം കുറെ കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നൽകുന്നത് ഹയാഫ് സ്പൈസസ് ആൻഡ് പൾസസ് ആണ്. 10-20 വർഷത്തിന് അധികമായി പ്രവർത്തിക്കുന്ന ഒരു ബ്രാൻഡാണ്. അതിന്റെ പ്രത്യേകത എന്താണ്, എവിടെയാണ് അതിന്റെ സ്ഥാനം എന്നുള്ള കാര്യമൊക്കെ വഴിയെ പറയാം. @ദുബായ് വാർത്ത, അതായത് ദുബായ് വാർത്തയെ മെൻഷൻ ചെയ്യുക. അത് ബ്ലൂ കളർ വരുമ്പോഴാണ് മെൻഷൻ ആകുന്നത്. പലരും അത് തെറ്റി എഴുതുന്നുണ്ട്. എന്നിട്ട് ഹയാഫ് എന്ന് തെറ്റുകൂടാതെ സ്പൈസസ് ആൻഡ് പൾസസ് എന്ന് എഴുതി ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിലിടൂ. വിശദമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ സന്തോഷകരമായൊരു വർത്തമാനം. ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന ആയുർവേദം, ഹോമിയോപ്പതി, ഇതിനൊക്കെ അടിസ്ഥാനപരമായ ഇൻഷുറൻസ് ബാധകമാണെന്ന് ദുബായിയുടെ ഹെൽത്ത് അതോറിറ്റി പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും എത്രയോ നാളുകൊണ്ട് കാത്തിരുന്ന കാര്യമാണ്. നേരത്തെയൊക്കെ പല വിധത്തിലുണ്ടെങ്കിലും ഏതു സാധാരണക്കാരനും പോയി ചെയ്യാൻ പറ്റിയ രൂപത്തിൽ ആയുർവേദ ചികിത്സ ലഭ്യമാവുകയാണ് ഈ പുതിയ ബേസിക് ഇൻഷുറൻസ് എന്ന പദ്ധതിയിൽ ചേർക്കുക വഴി ദുബായിൽ. സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമുഖ ആയുർവേദ ഡോക്ടർ സത്യ കെ പിള്ളൈ, ആയുർസത്യയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹം ഞങ്ങളെ അറിയിച്ചു, വളരെ സന്തോഷകരമായ കാര്യമാണ് ഇപ്പോൾ DHA ചെയ്തിരിക്കുന്നത്. കോട്ടക്കൽ ആയുർവേദയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സുനീറും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇത് പുതിയൊരു വിപ്ലവത്തിലേക്കുള്ള പാതയാണ് ഇപ്പോൾ DHA പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാസ്ഥ്യ ആയുർവേദയുടെ മാനേജിംഗ് ഡയറക്ടർ
മിസ്റ്റർ ജയരാജ് വൈദ്യരും അറിയിച്ചിരിക്കുന്നു. സന്തോഷകരമായ വർത്തമാനമാണ്. ആയുർവേദത്തിന് കിട്ടിയിരിക്കുന്ന വലിയൊരു കൈയടിയും പ്രോത്സാഹനവുമാണ്. അത് ആയുർവേദ സെന്ററുകൾക്ക് മാത്രമല്ല, സാധാരണക്കാർക്കെല്ലാം ഗുണപ്രദമായി മാറുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ലോകാരോഗ്യ സംഘടന പറയുന്നു, പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ സജീവമായി നടക്കുന്നുണ്ടെങ്കിലും ഈ ഡെൽറ്റ വകഭേദങ്ങൾ രോഗവ്യാപനം കൂട്ടുന്നു എന്ന കാര്യം സൂചിപ്പിച്ചിരിക്കുകയാണ്. ലോകം പ്രാണവായുവിന്റെ ദൗർലഭ്യം നേരിടുന്നു എന്ന് പറയുന്നു. ഈ ആശുപത്രിവാസം കുറച്ചു പ്രതിരോധ കുത്തിവെപ്പ്, രോഗത്തിന്റെ കാഠിന്യം കുറച്ചു കുത്തിവെപ്പ്. എന്നാൽ അതുകൊണ്ടൊന്നും തീരുന്നില്ല, രോഗവ്യാപനം സജീവമായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ 5 ലക്ഷം രോഗബാധയും 9300 മരണവും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതിന്റെ അർത്ഥം മഹാമാരി വിട്ടുമാറിയിട്ടില്ല എന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കണമെന്നും ലോകാരോഗ്യ സംഘടന പറയുകയാണ്. കൂടുതൽ ഡേറ്റയും വിവരങ്ങളും കിട്ടാതെ ബൂസ്റ്ററിനെ കുറിച്ചൊന്നും പറയാൻ കഴിയില്ലെന്ന് കൂടി ലോകാരോഗ്യ സംഘടനയും യൂറോപ്യൻ യൂണിയനും പറയുകയാണ്. ഒരിക്കൽ രോഗം വന്ന് മാറിയവർക്ക് ഡെൽറ്റ വന്ന് ആന്റിബോഡിയെ കീഴ്പ്പെടുത്തി പുതിയ രോഗാവസ്ഥ സൃഷ്ടിക്കുകയാണ് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. നേച്ചർ എന്ന് പറയുന്ന ജേണലിൽ യൂറോപ്യൻ യൂണിയന്റെ വക്താക്കളൊക്കെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫ്രാൻസാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. 60% കൂടുതൽ സാധ്യതയാണ് ആൽഫയേക്കാൾ ഡെൽറ്റയ്ക്ക് എന്ന കാര്യം തിരിച്ചറിയണമെന്നും പറയുന്നു. ഇത് യൂറോപ്പിന്റെ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റിയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സുപ്രധാനമായ വാക്സിനുമായി ബന്ധപ്പെട്ടൊരു കാര്യം, ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യത, അതും ഈ വാക്സിനും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്, അസാധാരണമായൊരു ബന്ധമുണ്ട്. അത് ഫൈസർ ബയോഎൻടെക്കിനെ കുറിച്ചാണ്, മൊഡേണയെ കുറിച്ചാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. വാക്സിൻ എടുത്ത് 14 ദിവസത്തിനകം ഇങ്ങനെ എന്തെങ്കിലും സൂചന ഉണ്ടെങ്കിലാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനപ്പുറം കടന്നുപോയ പ്രശ്നമില്ല എന്നും ഈ ജേണൽ പറയുകയാണ്. ഖത്തറിൽ വന്നിറങ്ങുമ്പോൾ വാക്സിൻ എടുത്തവരാണെങ്കിൽ ഇനി ക്വാറന്റൈൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആന്റിബോഡി ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. ഷാർജയിലെ ഒരു കൽബ കോടതി വിധിച്ച കാര്യം, അപകടകരമായി ഡ്രൈവിംഗ് നടത്തിയ 2 സ്വദേശികൾക്ക്, UAE സ്വദേശികൾക്ക് 2 മാസത്തേക്ക് പൊതുനിരത്ത് പാർക്കുകൾ ഇവ വൃത്തിയാക്കാൻ വേണ്ടിയുള്ള ശിക്ഷ കൊടുത്തിരിക്കുകയാണ്. നേരത്തെ അബുദാബിയിൽ 5 പേർക്ക് ഇങ്ങനെ ശിക്ഷ നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കൽബ കോടതിയും ചെയ്തിരിക്കുന്നത്. അജ്മാന്റെ ക്രൗൺ പ്രിൻസ് പറഞ്ഞിരിക്കുന്നു, ഈ ചൂടിൽ പള്ളികൾക്ക് പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർക്ക് തണലേകാൻ, കുളിരേകാൻ പ്രത്യേക ടെന്റുകൾ തന്റെ ചിലവിൽ നിർമ്മിച്ചു കൊടുക്കുന്നു എന്നാണ്. ഈ 40 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞു പോകുന്ന ഈ ചൂടിൽ അത് അനിവാര്യമാണെന്നും രാജകുമാരൻ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ ഈ +2 കഴിഞ്ഞിട്ട് കുട്ടികൾ മെഡിക്കൽ അടക്കമുള്ള പല കോഴ്സുകൾക്കും പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ളവർക്ക് ആശ്വാസമേകുന്ന, ഞങ്ങളുടെ നിരീക്ഷണത്തിലും ബോധ്യമായി വന്ന കാര്യത്തിലും ഞങ്ങൾക്ക് ശക്തമായി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജോർജിയയിലെ DTMU എന്ന 30 വർഷത്തിലധികം പാരമ്പര്യമുള്ള നിരവധി ഇന്ത്യൻ ഡോക്ടർമാർക്ക് പുതിയ സൗഭാഗ്യത്തിന്റെ വഴികൾ പറഞ്ഞുകൊടുത്ത സ്ഥാപനം DTMU. ഗൂഗിൾ ചെയ്താൽ മതി, അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൂടുതൽ കിട്ടും. ഇപ്പോൾ കുറച്ച് ഒഴിവുകൾ കൂടി ബാക്കിയുണ്ട്. അടുത്ത മാസം കോഴ്സുകൾ ആരംഭിക്കേണ്ടതാണ്. 00995 ഇത് വാട്സപ്പ് നമ്പറാണ്. വാട്സപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. 00995 591512551 00995 591 51 25 51. അതിന്റെ പ്രത്യേകത, മറ്റു പല അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികൾക്കും അപ്പുറം ഈ പഠനം കഴിഞ്ഞ് 5-6 വർഷം കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിൽ വന്നൊരു ടെസ്റ്റ് എഴുതുമ്പോൾ അത് കിട്ടുന്നതിന്റെ നിരക്ക് 76% മുകളിലാണ് എന്ന റെക്കോർഡാണ് പുലർത്തുന്നത് DTMU എന്ന യൂണിവേഴ്സിറ്റി. 13,500 കേസുകൾ ഇന്നും കേരളത്തിൽ, 130 മരണം, 10.4% TPR. മഴ സാധ്യത കേരളത്തിൽ സജീവമാണ് വരും ദിവസങ്ങളിൽ എന്ന് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിമുറുക്കുമ്പോൾ രോഗാവസ്ഥ കാഠിന്യമായി മാറുന്നു. ചികിത്സിക്കാൻ സൗകര്യമില്ല. യുദ്ധം അവശേഷിപ്പിച്ച കെടുതിയായി അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഈ ജൂലൈ 9 UAEയുടെ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. 2 മലപ്പുറം സ്വദേശികൾ UAEയുടെ ഭക്ഷ്യ സുരക്ഷാ മേഖലയിൽ സൃഷ്ടിക്കുന്ന സ്വാധീനം, നിശബ്ദമായി അവർ പ്രവർത്തിക്കുന്നത്, 100-150 ജീവനക്കാർ, അതിൽ കൂടുതലും മലയാളികൾ ഭക്ഷ്യ വിതരണ മേഖലയിലും ഭക്ഷ്യ ഉൽപാദന മേഖലയിലും ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനം, നിരവധി രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന്, ഏഷ്യയുടെ മറ്റു പല ഭാഗത്തു നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ട് അതിവിപുലമായി പല രാജ്യങ്ങളിലേക്കും റീപാക്ക് ചെയ്തും മറ്റു പല രൂപത്തിലാക്കിയും അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ എക്സ്പോർട്ട് ചെയ്തിട്ട്
മലയാളികൾക്ക് അഭിമാനമായി മാറുന്ന രണ്ട് മലപ്പുറം സ്വദേശികൾ നമ്മൾ അറിയണം. തിരൂർ സ്വദേശി ഷാഫി മേനാട്ടിൽ, കോട്ടക്കൽ സ്വദേശി നാസർ പോക്കാടൻ. ഈ രണ്ടുപേരുടെയും കഠിനാധ്വാനമാണ് 2008 അബുദാബി ആസ്ഥാനമായി സ്മാർട്ട് ലൈൻ എന്ന് പറയുന്ന ഫുഡ് സ്റ്റഫ് ട്രേഡിംഗ് സ്ഥാപിച്ചത്. അബുദാബിയിൽ ഒരു കമ്പനി സ്ഥാപിക്കുക സാധാരണ പറ്റുന്നതാണ്. എന്നാൽ അതുവരെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ 10-15 വർഷം പൂർത്തിയാക്കിയ ഹയാഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ സ്മാർട്ട് ലൈൻ ഏറ്റെടുക്കുകയും മുന്നോട്ട് പോവുകയും അതിനെ അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നമ്മൾ പലപ്പോഴും പരസ്യങ്ങളിലൊന്നും ഈ ഹയാഫിനെ കാണാറില്ല. പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് 500 എപ്പിസോഡ് കഴിഞ്ഞു നൈറ്റ് അപ്ഡേറ്റ്സ് എന്ന വിവരം അറിഞ്ഞിട്ട് 500 ദിർഹത്തിന്റെ ഹയാഫ് ഉൽപ്പന്നങ്ങൾ തരാം, അതുപോലെ കിച്ചൺ ക്രൗൺ പലതുമുണ്ട്, അതൊക്കെ തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങോട്ട് സമീപിച്ച് സന്തോഷപൂർവ്വം ഇതിന്റെ ഭാഗമാവാൻ മുന്നോട്ട് വന്ന ഈ മലപ്പുറം സ്വദേശികളെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഒപ്പം അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ക്ഷേമവും ഐശ്വര്യവും ആശംസയും ഞങ്ങൾ അർപ്പിക്കുകയും ചെയ്യുകയാണ്. 2016 മാനുഫാക്ചറിംഗ് മേഖലയിലേക്ക് കടന്നു വന്നിട്ട് കിച്ചൺ ക്രൗൺ എന്നൊരു ബ്രാൻഡും ഉൽപ്പാദിപ്പിക്കുന്നു. ഇപ്പോൾ ദുബായിലും ഈ 2021 നമ്മൾ വിചാരിക്കും മഹാമാരിയുടെ ഘട്ടത്തിൽ പുതിയ ബിസിനസ് ആരംഭിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ഈ രണ്ടുപേർ അത്ഭുതം കാണിച്ചുകൊണ്ട് ദുബായിലും ഈ സ്മാർട്ട് ലൈനിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് 2021 കാണുന്നത്. വിവിധ മേഖലകളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ്, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പിനെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഹയാഫ് HAYYAF എന്ന് പറയുന്ന സ്പൈസസ് ആൻഡ് പൾസസ് മുന്നോട്ട് നീങ്ങുന്നത്. എല്ലാ ആശംസകളും ഞങ്ങൾ വീണ്ടും നേരുന്നു. 500 ദിർഹത്തിന്റെ ആ ഒരു ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി, വൗച്ചർ കിട്ടാൻ വേണ്ടി, ഹാമ്പർ കിട്ടാൻ വേണ്ടി ഹയാഫ് സ്പൈസസ് ആൻഡ് പൾസസ് എന്നെഴുതി, അല്ലെങ്കിൽ ഹയാഫ് സ്പൈസസ് ആൻഡ് പൾസസ്, അതിനോടൊപ്പം @ദുബായ് വാർത്ത എന്നുള്ളത് വേണം. ആ മെൻഷൻ ചെയ്യലാണ് വേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക. 1529 കേസുകൾ, 4 മരണം. UAE-യിൽ 2,90,000-ലധികം ആളുകളെ പരിശോധിച്ചപ്പോഴാണ് ഇത്രയും രോഗബാധ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിൽ ഇന്ന് രാവിലെ കിട്ടിയ റിപ്പോർട്ടിൽ ഇന്നലത്തെ 24 മണിക്കൂറിൽ 43,000 കേസുകൾ, 911 മരണവും ഗൗരവത്തിൽ കുറഞ്ഞു വരികയാണ്. ഇതൊക്കെ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുന്ന ആളുകൾ ലോകത്തെവിടെയും മനസ്സിലാക്കണം. ഇന്ത്യ സജീവമായി മെച്ചപ്പെട്ട സാഹചര്യത്തിൽ എത്തുക തന്നെയാണ്. ഒരു സന്തോഷം പങ്കുവച്ചിട്ട് അവസാനിപ്പിക്കാം. അക്കാഫ് ഓൾ ഇന്ത്യസ് ഫോറം UAE-യിലെ വിവിധ മാധ്യമങ്ങളെ മഹാമാരിയുടെ ഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ പേരിൽ ആദരിച്ച കൂട്ടത്തിൽ ഈ ദുബായ് വാർത്തയ്ക്കും നിങ്ങളുടെ ഇടപെടലും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്ന കാര്യം സന്തോഷത്തോടെ അഭിമാനത്തോടെ അറിയിക്കട്ടെ. ഗൾഫ് ന്യൂസും ഖലീജ് ടൈംസും ഏഷ്യാനെറ്റും കൈരളിയും മീഡിയ വണ്ണും 24 ന്യൂസും ഒക്കെ അടങ്ങിയ അവാർഡ് പട്ടികയിൽ ദുബായ് വാർത്തയുടെ പേരും കടന്നു വന്നതിൽ ഞങ്ങൾ അക്കാഫ് വോളണ്ടിയേഴ്സ് ഫോറത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. അതിന് കാരണക്കാരായ എല്ലാ പ്രേക്ഷകരോടും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ജൂലൈ 9 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.